أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 230-ാമത്തെ ആയത്താണ് നിങ്ങൾ ഇപ്പോൾ ശ്രവിച്ചത്. അതിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: റദ്ദാക്കാവുന്ന വിവാഹമോചനം 2 പ്രാവശ്യമാണ്. പിന്നീട് ന്യായമായ നിലയിൽ കൂടെ നിർത്തുകയോ ഔദാര്യപൂർവ്വം വിട്ടയക്കുകയോ ചെയ്യാം. നിങ്ങളവർ ഭാര്യമാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരികെ വാങ്ങുന്നത് നിങ്ങൾക്ക് അനുവദനീയമല്ല. രണ്ടുപേരും അള്ളാഹുവിന്റെ നിയമാതിർത്തികളെ നിലനിർത്തുകയില്ലെന്ന് ഭയപ്പെടുന്നെങ്കിലല്ലാതെ. എന്നാൽ അള്ളാഹുവിന്റെ നിയമപരിധികളെ പാലിക്കുവാൻ അവർക്ക് കഴിയാതെ വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അപ്പോൾ എന്തു നൽകിക്കൊണ്ട് അവൾ വിവാഹമോചനം നേടുന്നുവോ അതിലവർക്ക് ഇരുവർക്കും കുറ്റമില്ല. അള്ളാഹുവിന്റെ നിയമപരിധികളാണിവ. അതുകൊണ്ട് ഇവയെ നിങ്ങൾ ലംഘിക്കരുത്. ആരെങ്കിലും അള്ളാഹുവിന്റെ നിയമപരിധികളെ അതിലംഘിക്കുന്നുവെങ്കിൽ അറിയുക, അവർ തന്നെയാണ് അധർമ്മികൾ. ഈ ആയത്തിന്റെ തഫ്സീറാണ് കഴിഞ്ഞ ദർസുകളിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തുറന്നുകൊണ്ട് സയ്യിദ്നാ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതുപോലെ ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തും ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ ആദ്യ 2 വർഷങ്ങളിലും ഒരേ സമയത്തെ 3 തലാഖുകൾ ഒരൊറ്റ തലാഖായിട്ടാണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ തലാഖിനെ വളരെ നിസ്സാരമായ കാര്യമായി കാണാൻ തുടങ്ങിയതായും ഏറെ ചിന്തിച്ചു ചെയ്യേണ്ട ഒരു കാര്യത്തിൽ അവർ തിടുക്കം കൂട്ടാൻ തുടങ്ങിയതായും കണ്ടപ്പോൾ ഒരു താൽക്കാലിക മസ്ലഹത്ത് ശിക്ഷ എന്ന നിലയിൽ ഇപ്രകാരം തീരുമാനിച്ചു: ഇനിമേൽ ആരെങ്കിലും ഒന്നിച്ച് 3 തലാഖ് ചൊല്ലിയാൽ അത് 3 തലാഖായി തന്നെ നടപ്പിലാക്കപ്പെടും. ഇമാം ഇബ്നുൽ ഖയ്യിം ഇഅ്ലാമുൽ മുവഖ്ഖീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തും ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കാരണം ചെറിയ ചെറിയ വഴക്കുകളിൽ പോലും ജനങ്ങൾ തങ്ങളുടെ ഭാര്യമാരോട് പറയുന്ന ഒരു പതിവുണ്ട്: നിനക്ക് 3 തലാഖ്, നിനക്ക് 3000 തലാഖ്, നിനക്ക് 3 കോടി തലാഖ്, നിനക്ക് 3 ബില്യൺ തലാഖ്. എന്നാൽ ഇസ്ലാം ഈ വിഡ്ഢിത്തത്തിന് അനുവാദം നൽകുന്നില്ല. ശരീഅത്തിനെ കുറിച്ച് പൂർണ്ണ അറിവില്ലാത്ത ഇന്നത്തെ ചില ആളുകൾ പറയുന്നു, ഒരേ സമയം 3 തവണ തലാഖ് ചൊല്ലിയാൽ ആ സ്ത്രീയുമായി പിന്നീട് നിക്കാഹ് സാധ്യമല്ല എന്ന്. എന്നാൽ ശരീഅത്ത് പ്രകാരം ഇത് ഒരൊറ്റ തലാഖ് മാത്രമാണ്. ഇദ്ദ കഴിഞ്ഞതിനു ശേഷം ആ സ്ത്രീയുമായി വീണ്ടും നിക്കാഹ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വർദ്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഇനി ആരെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഒരേ സമയം 1-ലധികം തലാഖ് നൽകിയാൽ ഞാൻ ശിക്ഷ എന്ന നിലയിൽ അവന്റെ ഭാര്യയെ അവന് ഹറാമാക്കും, അനുവദനീയമല്ലാതാക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കൽപ്പന നൽകിയിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു: റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം ഇങ്ങനെയുള്ള തലാഖുകൾ തടയുക എന്നതായിരുന്നു. എന്നാൽ നിങ്ങൾ ഇത്തരം തലാഖുകളിൽ നിന്ന് പിന്മാറാത്തതിനാൽ ഞാൻ ശിക്ഷ എന്ന നിലയിൽ ഈ തലാഖ് നടപ്പിലാക്കുകയാണ്. അദ്ദേഹം അപ്രകാരം ചെയ്തത് ഒരു താൽക്കാലിക മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിലും ശിക്ഷ എന്ന നിലയിലും മാത്രമായിരുന്നു, അല്ലാതെ അതൊരു സ്ഥിരമായ വിധിയായിരുന്നില്ല. ഏതായാലും തലാഖ് എന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ഗളുൽ ഹലാൽ, അനുവദനീയമായ കാര്യങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് എന്ന് പ്രഖ്യാപിച്ച ഒന്നാണ്. അതായത് അനുവദനീയവും ഹലാലുമായ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം. ഇതിന് കാരണം ലൗകിക ജീവിതത്തിൽ മനുഷ്യന് അത്യന്താപേക്ഷിതമായതും മനുഷ്യന് സമാധാനവും ശാന്തിയും നൽകുന്നതുമായ ബന്ധം ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളതാണ്. ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന സമാധാനവും ആശ്വാസവും മറ്റൊരു മാർഗത്തിലൂടെയും ലഭിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ 2 വ്യക്തിത്വങ്ങളെ പരസ്പരം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉറവിടമാക്കിയിരിക്കുന്നു. അതുപോലെ ബൈബിളിൽ വരുന്നു: അള്ളാഹു ആദമിനായി ഹവ്വയെ സൃഷ്ടിച്ചു,
അവൾ ആദമിന് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും കാരണമാകാൻ വേണ്ടി. അതായത് ഹവ്വയില്ലാതെ ആദമിന് ശാന്തി ലഭിക്കുമായിരുന്നില്ല. എന്നാൽ പരസ്പരം ശാന്തിക്കും ആശ്വാസത്തിനും കാരണമാകേണ്ട ഇതേ രണ്ട് വ്യക്തിത്വങ്ങൾ ചിലപ്പോൾ വഴക്കിനും കലഹത്തിനും കാരണമായി മാറുന്നു. ആശ്വാസത്തിന് പകരം ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും ദുനിയാവിലെ ഏറ്റവും വലിയ കഷ്ടപ്പാടായി മാറുന്നു. തങ്ങളുടെ ഭാര്യമാർക്ക് കഠിനമായ ശിക്ഷയായി മാറുന്ന ആയിരക്കണക്കിന് ഭർത്താക്കന്മാരുണ്ട്. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വലിയ പീഡനമായി മാറുന്ന ആയിരക്കണക്കിന് ഭാര്യമാരുമുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാമിന്റെ കൽപ്പന പുരുഷൻ സ്ത്രീക്ക് തലാഖ് നൽകുകയോ സ്ത്രീ പുരുഷനിൽ നിന്ന് ഖുല വാങ്ങുകയോ ചെയ്യുക എന്നത്. എന്നാൽ തലാഖിനും ഖുലയിനും മുൻപായി ഇസ്ലാം ചില നിയമങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അത് പാലിക്കുക എന്നത് പുരുഷന്റെയും സ്ത്രീയുടെയും ഖാദിമാരുടെയും കടമയായി നിശ്ചയിച്ചിരിക്കുന്നു. തലാഖും ഖുലയും സർവ്വസാധാരണമാകാതിരിക്കാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, ഇന്ന അബ്ഗദൽ ഹലാലി ഇൻദല്ലാഹി തലാഖ്. അതായത് ഹലാൽ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും അപ്രിയമായ കാര്യം തലാഖാണ്. തലാഖ് ഹലാൽ കാര്യങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടതാണെങ്കിൽ അള്ളാഹുവോട് സ്നേഹമുള്ള ഒരു മുഅ്മിന്റെ ഹൃദയം അള്ളാഹുവിന് കഠിനമായി വെറുപ്പുള്ള ഒരു കാര്യത്തോട് എങ്ങനെ എളുപ്പത്തിൽ അടുക്കും? അനുവദനീയമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് നിർബന്ധമില്ല. ബനാറസ്, കൊൽക്കത്ത, മദ്രാസ്, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകുന്നത് ഹലാലാണ് എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ എത്ര പേർ അവിടെ പോയിട്ടുണ്ട്? ഹലാൽ എന്നാൽ അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ് എന്നായിരുന്നു അർത്ഥമെങ്കിൽ ഈ നഗരങ്ങളിൽ പോകാൻ പണമില്ലാത്തവർ തങ്ങളുടെ സ്വത്തുക്കൾ വിറ്റെങ്കിലും ഈ ഹലാലായ കാര്യം ചെയ്യണമായിരുന്നു. എന്നാൽ ജനങ്ങൾ അത് ചെയ്യാത്തത് കാണിക്കുന്നത് ഹലാലായ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കൽ നിർബന്ധമില്ലെന്നും സാഹചര്യവും സന്ദർഭവും നോക്കേണ്ടതുണ്ടെന്നും അവർ മനസ്സിലാക്കുന്നു എന്നതിനാലാണ്. ഒരു ഹലാലായ കാര്യം ചെയ്യുന്നത് വെറുപ്പിന് കാരണമാകുന്നുവെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഉള്ളി തിന്നുന്നത് ഹലാലാണ്. എന്നാൽ ഉള്ളി തിന്ന് പള്ളിയിൽ പോകുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് അതിന്റെ മണം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ മനുഷ്യന് പച്ച നിറമുള്ള വസ്ത്രമോ നീല നിറമുള്ള വസ്ത്രമോ മഞ്ഞ നിറമുള്ള വസ്ത്രമോ ധരിക്കൽ ഹലാലാണ്. എന്നാൽ ഒരാളുടെ സുഹൃത്ത് ഈ മഞ്ഞ വസ്ത്രം വാങ്ങൂ എന്ന് പറഞ്ഞാൽ അവൻ പറയും, എനിക്ക് മഞ്ഞ നിറം ഇഷ്ടമല്ല. കാരണം അവന്റെ അടുക്കൽ ഹലാൽ എന്നത് അവന്റെ താല്പര്യത്തിനും സ്വഭാവത്തിനും ഇണങ്ങുന്നതായിരിക്കണം. ഭക്ഷണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന ഹലാലും തയ്യിബുമായത് ഭുജിക്കുക എന്നാണ്. എന്നാൽ ചിലർ വഴുതനങ്ങ തിന്നാറില്ല, ചിലർ മത്തങ്ങ ഇഷ്ടപ്പെടാറില്ല. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന്. അതുപോലെ വീട് നിർമ്മിക്കുന്നവർ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വീടുണ്ടാക്കുന്നു. ചിലർ ഒറ്റനില വീട്, ചിലർ ഇരുനില വീട്, ചിലർ തോട്ടമുള്ള വീട് നിർമ്മിക്കുന്നു. ഇതെല്ലാം ഹലാലാണ്. എന്നാൽ എല്ലാവരും എല്ലാം ചെയ്യാറില്ല. ഇതിനർത്ഥം എല്ലാ ഹലാലും പ്രവർത്തിക്കൽ നിർബന്ധമില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നാണ്. എന്നാൽ ഭാര്യയ്ക്ക് തലാഖ് നൽകുന്ന വിഷയം വരുമ്പോൾ ഭാര്യ തലാഖ് ചൊല്ലൽ അനുവദനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ചിന്തയുമില്ലാതെ പെട്ടെന്ന് തലാഖ് ചൊല്ലുന്നു. പല ഹലാലായ കാര്യങ്ങളും മനുഷ്യൻ തന്റെ മനസ്സിന് വേണ്ടിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ സമൂഹത്തിനു വേണ്ടിയോ ഉപേക്ഷിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു മുഅ്മിന്റെ അവസ്ഥ ഇപ്രകാരമായിരിക്കണം. അവൻ ആ ഹലാലിനെ അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിക്കുകയും ഈ കാര്യം എന്റെ റബ്ബിന് ഇഷ്ടമല്ല, അതിനാൽ എന്റെ റബ്ബ് എന്നോട് കോപിക്കാതിരിക്കാൻ ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന് കരുതുകയും വേണം. അതുകൊണ്ട് നേരായ മാർഗം എന്നത് തലാഖ് വർദ്ധിപ്പിക്കലല്ല, മറിച്ച് തലാഖിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കലാണ്. ഹലാൽ എന്നതിന്റെ അർത്ഥം ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാം എന്നാണ്. അത് നിയമപരമായി തടയപ്പെട്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും സഹാനുഭൂതിയെയും സ്നേഹത്തെയും കൂടി മാനിക്കേണ്ടതുണ്ട്. ഏതൊരു ഹലാൽ പ്രവർത്തിക്കുന്നതും വഴി മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും സ്നേഹവും ഹനിക്കപ്പെടുന്നുവോ അത് ഹലാലല്ല. മറിച്ച് ഹലാൽ ഒരു വശത്തുക്കൽ ഹലാലും മറ്റു വശത്ത് ഹറാമുമാണ്. ജനങ്ങൾ തങ്ങളുടെ സുഹൃത്തുക്കളുടെയും ജനങ്ങളുടെയും പിണക്കത്തെ ഭയപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ പിണക്കമാണോ മനുഷ്യൻ വില കൽപ്പിക്കാത്ത ഒന്നായി മാറേണ്ടത്? അള്ളാഹുവിന്റെ സാന്നിധ്യം അത്ര നിസാരമാണോ? ലൗകികവും താഴ്ന്നതുമായ പ്രണയമുള്ളവർ പോലും തങ്ങളുടെ കാമുകന്റെ ചെറിയ പിണക്കത്തെ പോലും ഭയപ്പെടുകയും അവരെ പിണക്കാൻ അവസരം നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിശ്വാസി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്ന അബ്ഗദൽ ഹലാലി ഇൻദല്ലാഹി തലാഖ് എന്ന ഹദീസ് വായിക്കുകയോ കേൾക്കുകയോ ചെയ്ത ശേഷം അതിനെ ലംഘിക്കാൻ എങ്ങനെ എളുപ്പത്തിൽ ധൈര്യം കാണിക്കും? ഈ വെറുക്കപ്പെട്ട ഹലാലിനെ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശരീഅത്ത് പറയുമ്പോൾ ദാമ്പത്യ ബന്ധത്തിലെ അസ്വാരസ്യങ്ങളുടെ സമയത്ത് ഇത് മറന്നുപോകാതിരിക്കാൻ ഓരോ മുഅ്മിനും ബാധ്യസ്ഥനാണ്. തലാഖും ഖുലയും യഥാർത്ഥത്തിൽ ഒരേ അർത്ഥമുള്ളവയാണെന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. പുരുഷൻ സ്ത്രീയെ ഒഴിവാക്കിയാൽ അത് തലാഖ് എന്നും സ്ത്രീ പുരുഷനോട് തന്നെ സ്വതന്ത്രയാക്കാൻ ആവശ്യപ്പെട്ടാൽ അത് ഖുല എന്നും വിളിക്കപ്പെടുന്നു. ഖുലയും അബ്ഗദുൽ ഹലാൽ എന്നതിന് കീഴിൽ തന്നെയാണ് വരുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾ ഖുലയിന്റെ പ്രശ്നം പൂർണ്ണമായി മറന്നുപോയിരുന്നു. അതിനാൽ സ്ത്രീകൾക്ക് കഠിനമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു. അഹമ്മദിയത്ത് അവരുടെ ആ അവകാശത്തെ പുനഃസ്ഥാപിക്കുകയും
ഈ അവകാശങ്ങളുടെ അഭാവം മൂലം സ്ത്രീകൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് അവർക്ക് മോചനം നൽകുകയും ചെയ്തു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ രണ്ട് മാർഗങ്ങളും സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അത്യന്തം വെറുക്കപ്പെട്ടതാണെന്ന ഹദീസിലെ ഉള്ളടക്കവും ജനങ്ങൾക്ക് വ്യക്തമായി വിവരിച്ചു കൊടുത്തു. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ അത് പരിഹരിക്കുന്നതിനായി മധ്യസ്ഥരെ നിശ്ചയിക്കണമെന്നാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. അവർ അവർക്കിടയിലെ പിണക്കം മാറ്റി മുൻപത്തെ പോലെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ ശ്രമിക്കണം. എന്നാൽ അനുരഞ്ജനത്തിന്റെ യാതൊരു മാർഗമില്ലാത്ത സാഹചര്യമുണ്ടായാൽ ഹുലൈന്റെ രൂപത്തിൽ ഈ വിഷയം ഖാദിയെ ഏൽപ്പിക്കുകയും അദ്ദേഹം അതിൽ തീരുമാനമെടുക്കുകയും വേണം. ഏതായാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹുലയിലേക്ക് അല്ലെങ്കിൽ തലാഖിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. ഇതെത്രയോ ഭയാനകവും അപ്രിയവുമായ ഒരു മാർഗമാണ്. ഏതൊരു മാന്യനായ മനുഷ്യനും ഇതിനോട് വെറുപ്പായിരിക്കണം. ഈ ആയത്തിന്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.